നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിലെ US വ്യോമതാവളം ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് അതിദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പ്രവാസികൾ ഒന്നടങ്കം കടക്കുന്നത്. പ്രവാസികൾക്ക് ജീവൻ സുരക്ഷിതമാണോ എന്നതടക്കമുള്ള ഭയം നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതിനിടെ നിരവധി ആളുകളുടെ മൃതദേഹങ്ങൾ വലിയ രീതിയിൽ ആശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ ഒരു സാഹചര്യത്തിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് പ്രവാസ ലോകത്ത് മരണപ്പെട്ടിട്ടുള്ള എത്രയോ ആളുകളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ മാറ്റിവെക്കേണ്ടി വന്നു എന്നാണ് റിപ്പോർട്ട്. യുദ്ധഭീതിയിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ പല മൃതദേഹങ്ങളും തിരികെ ആ സ്ഥലത്ത് തന്നെ തുടരേണ്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. റിയാദിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ബീഹാർ സ്വദേശിയുടെ മൃതദേഹം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ മോർച്ചറിയിലേക്ക് എത്തിച്ചത് അതിനൊരു ഉദാഹരണമാണ്. റിയാദിലെ സ്ഥലത്ത് തൂങ്ങി മരിച്ച ബീഹാർ കൃഷ്ണഗഞ്ച് സ്വദേശി മുഹമ്മദ് മൻജൂർ അബ്ദുറഹ്മാന്റെ മൃതദേഹത്തിന് ഇങ്ങനൊരു അവസ്ഥ വന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 5:25 പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ കൊണ്ടുപോകാൻ പുലർച്ചെ തന്നെ റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളത്തിലെ കാർഗോ ഡിവിഷനിൽ മൃതദേഹം എത്തിച്ചിരുന്നു. എന്നാൽ പല രാജ്യങ്ങളും വ്യോമപാത അടച്ച സാഹചര്യത്തിൽ എയർ ഇന്ത്യയുടെ നിരവധി സർവീസുകൾ റദ്ദാക്കപ്പെട്ടു. വിമാന സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്നും അടുത്ത വിമാനം എന്ന് കിട്ടുമെന്നും നിശ്ചയമില്ലാത്തതിനാൽ മൃതദേഹം റിയാദിലെ ഷുമൈസി ആശുപത്രി മോർച്ചറിയിലേക്ക് തന്നെ തിരികെ എത്തിക്കേണ്ടി വന്നു. റിയാദിലെ ധാക്കൽ മൗദൂദിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന മുഹമ്മദ് മർജൂറാണ് ഈ മാസം 2-ന് മരണപ്പെട്ടത് എന്നതിനേക്കാൾ ജീവനൊടുക്കിയത്. പോലീസ് മൃതദേഹം ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ എത്തിക്കുകയും മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറികളിൽ 2 ആഴ്ചയിൽ കൂടുതൽ സൂക്ഷിക്കാൻ പാടില്ലെന്നുള്ള നിയമപ്രകാരം പെട്ടെന്ന് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ 10 ദിവസം കഴിഞ്ഞിട്ടും ആരും എത്താത്തതിനാൽ റിയാദ് പോലീസ് സാമൂഹിക പ്രവർത്തകർ ഷിഹാബ് കൊട്ടുകാടിനെയും ഇന്ത്യൻ എംബസിയെയും ബന്ധപ്പെട്ട മുന്നോട്ടുള്ള നടപടികളെല്ലാം സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് മരിച്ചയാളുടെ കുടുംബം റിയാദിലുള്ള ഒരു ബന്ധുവിനെ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നുവെങ്കിലും അയാളുടെ ജോലിയും മറ്റു കാര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ നടപടികൾ വൈകിപ്പിച്ചു. പക്ഷെ അങ്ങനെ ഒരുപാട് കാത്തിരുന്നാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടത്. പക്ഷേ ആ ഒരു യുദ്ധ സാഹചര്യത്തിൽ വ്യോമപാതകളൊക്കെ അടച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരികെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള കടമ്പ അത് വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. നിലവിൽ അവിടെ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിക്കാനുള്ള നടപടികളിലേക്കാണ് അധികൃതർ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. ഇനി ആകെയുള്ള മാർഗം ഇയാളുടെ ബന്ധുക്കൾക്ക് ആ ഒരു പ്രവാസ ലോകത്തേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണെന്നാണ് സൂചന. പക്ഷെ അതും വിമാനയാത്ര എത്രമാത്രം ശരിയാകും എന്നതിനെ കുറിച്ചുള്ള ആശങ്കയുണ്ട്. കാരണം പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെടുന്നുണ്ട്. നിലവിൽ വലിയ പ്രശ്നമില്ലാതെയാണ് വിമാന സർവീസുകൾ നടക്കുന്നത്. എങ്കിൽ പോലും ഏത് നിമിഷം വേണമെങ്കിലും വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെടാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി എത്രമാത്രം ഈ ഒരു ശവസംസ്കാര ചടങ്ങുകളടക്കം എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് കുടുംബത്തിനുള്ളത്.